നമസ്കാരം. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ അസാധാരണ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോടതിയുടെ നിർദ്ദേശമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഗാനം നീക്കം ചെയ്യുന്നത് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് കമ്പനിയായ മെറ്റയ്ക്ക് കത്ത് നൽകുകയായിരുന്നു. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകുന്നത് അസാധാരണമാണ്. പാട്ടിന് അനുകൂലമായി ഉയർന്ന വികാരം കണക്കിലെടുത്താണ് നടപടി. ഇതോടെ പോലീസ് കത്ത് നൽകിയാലും പാട്ട് മെറ്റ പിൻവലിക്കുമോ എന്നത് നിർണായകമായി. ഗാനം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് മെറ്റ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചതായുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് താൻ ഈ കത്തെഴുതുന്നത്. ഈ ഗാനം നിർമ്മിച്ചതിനും പ്രചരിപ്പിച്ചതിനുമെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തതായി മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഈ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നുവരെ ഒരു കോടതി വിധിയോ നിയമപരമായ ഉത്തരവോ നിലവില്ല എന്നത് ശ്രദ്ധേയമാണ്. നിയമത്തിന്റെ വ്യക്തമായ ലംഘനം തെളിയിക്കപ്പെടാത്ത പക്ഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തടയാനാവില്ലെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ പാരഡി അല്ലെങ്കിൽ പരിഹാസം പോലുള്ള കലാപരമായ ആവിഷ്കാരങ്ങൾക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൃത്യമായ നിയമ നടപടികളുടെ മാത്രമായിരിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ് പാരഡിയും പരിഹാസ രൂപേണയുള്ള കലാസൃഷ്ടികളുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. കോടതി ഉത്തരവില്ലാത്ത പക്ഷം ഭരണപരമായോ പോലീസ് നൽകുന്നതോ ആയ അപേക്ഷകൾ മാത്രം അടിസ്ഥാനമാക്കി ഉള്ളടക്കം നീക്കം ചെയ്യുന്നത് സെൻസർഷിപ്പിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്നതിനും കാരണമാകും. ഇത്തരം നടപടികൾ ആ ഉള്ളടക്കം നിർമ്മിച്ചവർക്ക് നികത്താനാകാത്ത ദോഷം വരുത്തിവെക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോടതിയുടെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടാകാത്ത പക്ഷം അല്ലെങ്കിൽ ഈ ഉള്ളടക്കം മെറ്റയുടെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സ്വതന്ത്രമായ പരിശോധനയിലൂടെ ബോധ്യപ്പെടാത്ത പക്ഷം പ്രസ്തുത ഗാനത്തിന്റെ ലിങ്കുകൾ നീക്കം ചെയ്യുന്നതിൽ നിന്നും മെറ്റ വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് സതീശൻ പറയുന്നത്. വിവാദ പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPIM തീരുമാനമുണ്ട്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു ഈ തീരുമാനം. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തളം രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മയാണ് പരാതി നൽകുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF ആയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രചാരണ ഗാനമിറക്കിയത്. ഇതിനെതിരെ പരാതി ഉയർന്നിരുന്നു. സ്വർണ്ണക്കൊള്ള പാരഡി കേസിൽ കരുതലോടെ നീങ്ങുവാനാണ് പോലീസ് നീക്കം. തിടുക്കപ്പെട്ട് നടപടി വേണ്ടതാണ് നിലവിലെ തീരുമാനം. ഗാനം പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. പാട്ട് ദുരുപയോഗം ചെയ്തതിൽ നടപടി വേണമെന്നും രാഷ്ട്രീയ ലാഭത്തിന് അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചുവെന്നുമാണ് പരാതിയിൽ. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ഭക്തിയുള്ള ഗാനത്തെയാണ് പാരഡി ഗാനമായി ഉപയോഗിച്ചത്. പാരഡി ഗാനത്തിനകത്ത് അയ്യപ്പ എന്ന വാക്ക് ഉപയോഗിച്ചത് ഭക്തരെ സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കിയതായും പരാതിയിൽ പറയുന്നു. കേരളത്തിലെ MP-മാർ പാർലമെന്റിന് മുന്നിൽ പാരഡി ഗാനം പാടി സമരം ചെയ്തത് ലോകം മുഴുവൻ പ്രചരിച്ചു. പാരഡി ഗാനത്തിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ഗാനം സംബന്ധിച്ച് DGPക്ക് പരാതി നൽകിയത് സമിതിയല്ലെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാൻ K. ഹരിദാസ് വ്യക്തമാക്കിയിരുന്നു. പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അയ്യപ്പനെ നിന്ദിച്ചുവെന്നും പറയുന്നുണ്ട്. പാരഡി ഗാനം പിൻവലിക്കുകയും പാരഡി ഗാനം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നുമാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ആവശ്യപ്പെട്ടത്. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരായ പോലീസ് കേസ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമല്ലെന്നും ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനമാണെന്നും CPIM മുഖപത്രം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളും എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് FIR രജിസ്റ്റർ ചെയ്തതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിക്കുന്നതെന്നാണ് എഡിറ്റോറിയലിൽ ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നത്. മതം, വിശ്വാസം, ദൈവം, ആരാധനാലയങ്ങൾ എന്നിവയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടരുതെന്ന് നിയമം വ്യക്തമായി അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ വോട്ട് തേടി വിജയിക്കുന്നവരെ അയോഗ്യരാക്കുവാനും വ്യവസ്ഥയുണ്ട്. ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളുമുണ്ട്. ജാതി, മതം, വംശം, ദൈവം, ഭാഷ എന്നിവയുടെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തകർ വോട്ട് പിരിക്കരുതെന്ന് 2017 ജനുവരി 2 സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു. മതത്തിന്റെയോ ജാതിയുടെയോ സമുദായത്തിന്റെയോ ഭാഷയുടെയോ ദൈവത്തിന്റെയോ പേരിൽ പ്രചാരണം പാടില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷത പ്രക്രിയയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ലംഘിക്കുന്നതായിരുന്നു UDFന്റെയും BJPയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇതും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഇതേ രീതിയിൽ നേരിടുവാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പാരഡി പാട്ടിനെ UDF ഉപയോഗിക്കുന്നതെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത പോലീസ് നടപടി സ്വാഭാവികമായ നടപടിയാണെന്നും ദേശാഭിമാനി വ്യക്തമാക്കുന്നുണ്ട്.
അയ്യപ്പനുമായി ബന്ധപ്പെടുത്തി പാരഡി ഗാനമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടത്തിനായി നവമാധ്യമങ്ങൾ വഴിയും നേരിട്ടും പ്രചരിപ്പിച്ച് സമൂഹത്തിൽ സമാധാന ലംഘനം സൃഷ്ടിക്കുവാനും മതവിശ്വാസത്തെ അപഹസിക്കുവാനും ലക്ഷ്യമിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കൂഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതിന്മേൽ പോലീസ് സ്വാഭാവികമായി നടപടി സ്വീകരിച്ചു. അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമാണെന്ന് വിമർശിക്കുകയാണ് പ്രതിപക്ഷമെന്നാണ് ദേശാഭിമാനി പോലീസ് നടപടി വിശദീകരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF എല്ലാ മേഖലയിലും കൊടും വർഗീയതയാണ് ഇത്തവണ അഴിച്ചുവിട്ടതെന്ന് ദേശാഭിമാനി എഡിറ്റോറിയലിൽ ആരോപിക്കുന്നു. വികസനവും ക്ഷേമവും പറഞ്ഞ് LDF വോട്ടർമാരെ സമീപിച്ചപ്പോൾ മറ്റൊന്നും പറയാനില്ലാത്ത UDFും BJPയും മതത്തെയും ദൈവത്തെയും ഉപയോഗിച്ച് വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിക്കുവാൻ ശ്രമിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികളുമായി ഒരു വശത്തും RSSുമായി മറുവശത്തും ധാരണയുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF കൊടും വർഗീയ വിഷം തുപ്പലുകളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറവിൽ വീടുകളിൽ കയറി നടത്തിയത്. മതം പറഞ്ഞും സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയും UDFും BJPയും വോട്ട് തേടിയതിന്റെ നൂറുകണക്കിന് തെളിവുകളാണ് പുറത്തുവരുന്നത്. പരസ്യമായി രാഷ്ട്രീയം പറയാതെ മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ആരാധനാലയങ്ങളെയും ഉപയോഗിച്ച് വർഗീയത ആളിക്കത്തിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ നേടിയതെന്നും ദേശാഭിമാനി കുറ്റപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP വിതരണം ചെയ്ത ലഘുലേഖയ്ക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിച്ചതായും എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിന്റെ മറവിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൽ BJP വിതരണം ചെയ്ത ലഘുലേഖയ്ക്കെതിരെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. LDF സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ സ്വർണ്ണക്കൊള്ളക്കാർ എന്ന് പറഞ്ഞു നടത്തിയ കള്ള പ്രചാരണം 1951 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 123 ലംഘനമാണെന്ന് കാണിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഡിസംബർ 2 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘുലേഖകൾ കണ്ടെത്തി നശിപ്പിക്കാനും നിയമ നടപടി സ്വീകരിക്കുവാനും ഡിസംബർ 5 ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയെന്നും ദേശാഭിമാനി വ്യക്തമാക്കുന്നു. UDFന്റെ വർഗീയതയെയും കള്ളപ്രചാരണത്തെയും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശാഭിമാനി എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. പല രീതിയിലുള്ള പാരഡി ഗാനങ്ങൾ കേരളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതൊന്നും വിദ്വേഷം ജനിപ്പിച്ച് വോട്ട് പിടിപ്പിക്കുവാനോ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സൃഷ്ടിക്കുന്നതിനോ ആയിരുന്നില്ല. എന്നാൽ UDF ആസൂത്രിതമായി ദൈവത്തെ ഉപയോഗിച്ച് വിദ്വേഷം സൃഷ്ടിച്ച് വോട്ട് തേടുകയായിരുന്നു. രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാട് ആധികാരികത താൽപര്യത്തിനായി UDF കൈയൊഴിഞ്ഞത് കടുത്ത വർഗീയ നിലപാട് സ്വീകരിച്ചുവെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു. വിവാദത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട്. പാട്ട് നിരോധിച്ചാൽ നിരോധിച്ചവന്റെ വീടിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പോയിരുന്ന് പാടുമെന്നാണ് പറയുന്നത്. സ്വർണം കക്കുന്നതാണ് തെറ്റ്. കട്ടവരെ കുറിച്ച് പാട്ട് പാടുന്നത് തെറ്റല്ല. ഇതുമായി ബന്ധപ്പെട്ട G സുധാകരന്റെ പോസ്റ്റ് ഉണ്ടെന്നും അത് തന്നെയാണ് പറയാനുള്ളതെന്നും കക്കുമ്പോൾ ആലോചിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളെ പുറത്തിറക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 6 വർഷമായി കുഞ്ഞബ്ദുള്ള ഖത്തറിലാണ് താമസിക്കുന്നത്. പാട്ടുകൾ നേരത്തെ മുതലേ എഴുതാറുണ്ട്. 35 വർഷമായി പാട്ടെഴുതുന്നു. ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടുകളും പാരഡികളും എല്ലാം എഴുതാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസാദ് കൂഴിക്കാല എന്നയാളാണ് പാരഡി പാട്ടിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലീസിനെ സെൻസറിംഗുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് വെട്ടി നിരത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മാത്രം 230 അക്കൗണ്ടുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്തു. എന്നാൽ സർക്കാർ ഈ കേസ് പിൻവലിച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച് ADGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഈ മലക്കം മറിച്ചിൽ നാണക്കേടായതോടെയാണ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്.